വിഷുപുലരിയിൽ കണ്ണനെ കണി കാണാൻ തളിപ്പറമ്പ് ദേശീയപാതക്കരികിൽ ചാരുത പകർന്ന് നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അന്യസംസ്ഥാനത്തു നിന്നും എത്തിയവരാണ് കൃഷ്ണവിഗ്രഹങ്ങൾ കൂടുതലായും വിപണിയിലെത്തിക്കുന്നത്. വിഷുവിന്റെ വരവറിയിച്ച തളിപ്പറമ്പ് ദേശീയപാതയോരത്ത് കൃഷ്ണവിഗ്രഹങ്ങൾ നിരന്നുകഴിഞ്ഞു. വ്യത്യസ്ത വലിപ്പത്തിലും വർണ്ണത്തിലുമുള്ള ഉണ്ണിക്കണ്ണന്മാരാണ് ഇത്തവണ വിപണിയിലുള്ളത്. വിഷുവെത്താൻ ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് ബാക്കി. കൃഷ്ണവിഗ്രഹങ്ങൾ തേടി മലയാളികൾ വിപണികളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. തെളിഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിൽ കൃഷ്ണവിഗ്രഹം കൂടി ഉണ്ടെങ്കിലേ മലയാളിക്ക് വിഷുക്കണി പൂർണ്ണമാകുകയുള്ളൂ. വിവിധ വലിപ്പത്തിലും വർണ്ണത്തിലും വ്യത്യസ്ത വിലയിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് തളിപ്പറമ്പ് ദേശീയപാതയോരത്ത് നിരന്നിട്ടുള്ളത്. നീല ഉണ്ണിക്കണ്ണന്മാരെക്കാളും ആവശ്യക്കാരെത്തുന്നത് സ്വർണ്ണവർണ്ണത്തിലുള്ള കൃഷ്ണവിഗ്രഹത്തിനാണ്. അന്യസംസ്ഥാനങ്ങളിലെ കലാകാരന്മാരാണ് കൂടുതലായും വഴിയോരങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചിറവക്കിൽ കച്ചവടം ചെയ്യുന്ന രാജസ്ഥാൻ കുടുംബം ഇത്തവണയും സജീവമായിട്ടുണ്ട്. വൈറ്റ് സിമന്റിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. 150 മുതൽ 1500 രൂപ വരെയാണ് വില. 4 കൊല്ലം 5 സ്ഥലത്തിന് വിൽക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. റേറ്റ് പറയണോ? റേറ്റ് പല റേറ്റ് ഉണ്ടോ? 170-നുണ്ടോ, 200-നുണ്ടോ, 450-നുണ്ടോ, 550-നുണ്ടോ, 1500 രൂപയ്ക്കുണ്ടോ. കാഞ്ഞങ്ങാടിന് ഉണ്ടാക്കിയിട്ടാണ് സ്ഥല രാജസ്ഥാനിൽ. ഉണ്ടാക്കാൻ കുറേ സമയമാവും. ഒരു 10-15 ദിവസമാവും ഉണ്ടാക്കണം. ഇപ്പോൾ കുറച്ച് കച്ചവടമുണ്ട്. ഇപ്പോൾ വിഷു പറഞ്ഞ 3 ദിവസത്തിലേ കിടക്കണം. 3 ദിവസം കഴിഞ്ഞ് സെയിലാവും. ഇപ്പോൾ കാഞ്ഞങ്ങാട് താമസിക്കുന്ന ഇവർ അവിടെ നിന്നാണ് പ്രതിമകൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരുന്നതായും ഇത്തവണയും നല്ല പ്രതീക്ഷയിലാണെന്നും ഇവർ പറയുന്നു. 200 രൂപ മുതലുള്ള കൃഷ്ണപ്രതിമകളാണ് വിപണിയിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. മലയാളിക്ക് കണി കാണാൻ കൃഷ്ണപ്രതിമകൾ കൂടുതലായും കച്ചവടം ചെയ്യുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ക്യാമറമാൻ വിമൽ ചെടിച്ചേരിക്കൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.